ഒരു സമയത്ത് ഇന്ത്യയുടെ 3 ഫോർമാറ്റ് പ്ലെയർ ആയിരുന്നു ഋഷഭ് പന്ത്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം നായകനാകുന്ന രണ്ടാമത്തെ മാത്രം വിക്കറ്റ് കീപ്പർ എന്ന ഖ്യാതിയും പന്ത് കൈവശം വെച്ചു. ഹെഡിംഗ്ലിയിലെ 252 റൺസും ഗാബയിലെ ചരിത്ര വിജയത്തിൽ നിർണായകമായ 89 നോട്ടൌട്ടുമടക്കം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ അഡ്രിനാലിൽ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് ഋഷഭ് പന്ത്. 2022 ഡിസംബറിൽ നടന്നൊരു അപകടം പന്തിന്റെ ജീവന് തന്നെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ക്രിക്കറ്റും കളിച്ചു. പിന്നീട് പയ്യെ പന്തിനെ ഏകദിനത്തിൽ നിന്നും 2020യിൽ നിന്നും നീലക്കുപ്പായത്തിൽ കാണാതായി. ടി20 സ്പെഷ്യലിസ്റ്റ് എന്ന ഖ്യാതിയോടെ വന്ന് ഓൾ ഫോർമാറ്റ് പ്ലെയർ എന്ന ടാഗ് സ്വന്തമാക്കിയ താരമാണ് പൊടുന്നനെ ടെസ്റ്റിൽ മാത്രമായി ഒതുങ്ങിയത്. 2020യിലെ സ്ഥാനം ഇനി ആലോചിക്കേണ്ട. വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ അവിടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏകദിനത്തിൽ 1-ാം നമ്പർ കീപ്പറായി KL രാഹുലിനാണ് പരിഗണന. പന്തിന്റെ സ്ഥാനം ടെസ്റ്റിൽ മാത്രമായി. പക്ഷേ ആ ഫോർമാറ്റിൽ അദ്ദേഹം ഗോഡ് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ശ്രേണിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കരിയറിലെ തന്നെ നിർണായകമായൊരു 2020 സീസണ് തയ്യാറെടുക്കുകയാണ് പന്ത്. ഇത്തവണത്തെ IPL സീസൺ പന്തിന്റെ 2020യിലെ ഭാവി നിർണ്ണയിക്കും. ഇന്ത്യൻ ടീമിലെ ഭാവി മാത്രമല്ല, ലക്നൗ സൂപ്പർ ജയൻസിലും അത്ര നല്ല ഭാവിയല്ല പന്തിനുള്ളത്. 27 കോടി എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ലക്നൗ പന്തിനെ സ്വന്തമാക്കിയത്. എന്നാൽ പോയ സീസണിൽ 300-ൽ താഴെ റൺസ് മാത്രമാണ് പന്തിന് നേടാനായത്. കൃത്യമായി പറഞ്ഞാൽ 14 മത്സരങ്ങളിൽ നിന്ന് 24 ശരാശരിയിൽ സ്വന്തമാക്കിയത് 269 റൺസ് മാത്രം. ടീമാണെങ്കിൽ ഫിനിഷ് ചെയ്തത് 7-ാം സ്ഥാനത്തും. താരങ്ങളെ പരസ്യമായി വിമർശിക്കുകയും അതൃപ്തി കാണിക്കുകയും ചെയ്യാറുള്ള സഞ്ജീവ് ഗോയങ്കയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പന്തിന് തവണ വൻ തിരിച്ചുവരവ് നടത്തേണ്ടി വരും. ലക്നൌവിൽ മാത്രമല്ല, ഇന്ത്യൻ കുപ്പായത്തിലും തൻ്റെ തിരിച്ചുവരവ് പന്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായ സാക്ഷാൽ യുവരാജ് സിംഗിന് കീഴിൽ പന്ത് എത്തിയത്. അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, പ്രിയാൻ ഷാരിയ, പ്രഭ് സിമ്രാൻ സിംഗ് അടക്കം ശിഷ്യഗണങ്ങൾ ഒരുപാടുണ്ട് യുവരാജിന്. സഞ്ജു സാംസന്റെ വൻ തിരിച്ചുവരവിന് പിന്നിലും യുവിയുടെ തന്ത്രങ്ങളുണ്ട്. അഭിഷേക് ശർമ്മയെ ലോകത്തെ ഏറ്റവും മികച്ച 2020 ബാറ്ററാക്കിയതും ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് സഞ്ജു സാംസൺ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരമായതുമെല്ലാം യുവരാജിന്റെ കൂടെ തന്ത്രങ്ങളുടെ ഫലമാണ്. അങ്ങനെയാണ് കരിയർ തിരിച്ചുപിടിക്കാൻ പന്തും യുവിക്ക് കീഴിലെത്തിയത്. മുംബൈയിലെ ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിലായിരുന്നു 5 ദിവസം പന്തിന് യുവി ടെക്നിക്കുകൾ നൽകിയത്. ഓഫ്സൈഡ് ഷോട്ടുകൾ മെച്ചപ്പെടുത്തിയ പന്ത് ഇടങ്കൈ ബൗളർമാരെ നേരിടാൻ ബാറ്റിംഗ് സ്റ്റാൻസിലും മാറ്റങ്ങൾ വരുത്തി. ഫുഡ് വർക്ക്, ബോഡി ബാലൻസ്, ഷോട്ട് സെലക്ഷൻ എന്നിവയിലെല്ലാം യുവി പന്തിന് സ്റ്റഡി ക്ലാസ് നൽകി. ഇന്ത്യൻ മുൻ താരം ഇർഫാൻ പത്താൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. യുവിയോട് ഇക്കാര്യം താൻ സംസാരിച്ചിരുന്നു. ബാറ്റിങ്ങിലെ ടെക്നിക്കലായുള്ള കാര്യങ്ങളെക്കാൾ പന്തിൻ്റെ മാനസികമായ തലം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് നൽകിയതെന്ന് ഇർഫാൻ പറയുന്നു. 5 ദിവസം നീണ്ട പരിശീലക ക്യാമ്പിൽ 3-4 സെഷനുകളിൽ പരസ്പരം സംസാരിക്കുക മാത്രമേ ചെയ്തിരുന്നുവെന്ന് യുവരാജും വെളിപ്പെടുത്തിയിരുന്നു. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം മാത്രമാണ് പന്തിനുള്ളതെന്നാണ് ഇന്ത്യൻ മുൻ താരവും കമന്റേറ്ററുമായ K. ശ്രീകാന്തിൻ്റെ നിരീക്ഷണം. ഡൽഹിയിലെ പന്തല്ല ലക്നൌവിലെ പന്ത്. സമ്മർദ്ദം അവനെയാകെ ഉലച്ചു കളഞ്ഞുവെന്നും ശ്രീകാന്ത് പറയുന്നു. ലക്നൌവിലെ ക്യാപ്റ്റൻസി ഭാരത്തിൽ ആശങ്കപ്പെടാതെ റിലാക്സായി കളിക്കാനാണ് ശ്രീകാന്ത് പന്തിന് നൽകിയ ഉപദേശം. എന്തായാലും യുവിയുടെ ശിക്ഷണം ഏറ്റമട്ടാണ് കാര്യങ്ങൾ. ലക്നൌവിൽ തിരിച്ചെത്തിയ പന്ത് പരിശീലന സെഷനുകളിൽ മികച്ച രീതിയിലാണ് ബാറ്റ് വീശുന്നത്. ലക്നൌവിൻ്റെ പരിശീലന സെഷനിലെ ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. 1 ഓവറിൽ 15 റൺസ് എന്ന ചലഞ്ചാണ് പന്തിന് നൽകിയത്. അത് അദ്ദേഹം അടിച്ചെടുക്കുന്നുമുണ്ട്. ഇത്തവണ പന്ത് ആത്മവിശ്വാസത്തിലാണ്. വ്യക്തിഗത മികവിനൊപ്പം ടീം എന്ന നിലയിലും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ടീം ഷീറ്റ് നോക്കിയാൽ കിരീടം നേടാൻ മാത്രം കെൽപ്പുള്ള സംഘമുണ്ട് ലക്നൌവിൽ. ബാറ്റിംഗ് ആണ് കരുത്ത്. ഏഡൻ മാർക്രം, മിച്ചൽ മാർഷ്, നിക്കോളാസ് പുരാൻ. ഫോറിൻ ബാറ്റിങ്ങിൽ ഈ ആഴം മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ല. 163 സ്ട്രൈക്ക് റേറ്റിൽ കഴിഞ്ഞ സീസണിൽ 627 റൺസ് അടിച്ച മാർഷ് ഇത്തവണയും ഒരു വെടിക്കെട്ട് പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്രം 445 റൺസായിരുന്നു കഴിഞ്ഞ വർഷം നേടിയത്. കഴിഞ്ഞ സീസണിൽ 524 റൺസ് നേടിയ പുരാന്റെ സ്ട്രൈക്ക് റേറ്റ് 200-ന് അടുത്താണ്. എന്നാൽ പോയ സീസണിൽ ടീമിന്റെ ബാലൻസ് തെറ്റിച്ചത് പന്തിന്റെ മോശം ഫോമായിരുന്നു. ശേഷമെത്തിയ ആയുഷ് ബദോനിയും അബ്ദുൽ സമദും മികവുള്ള താരങ്ങൾ തന്നെയാണ്. ഏറെ നാളായി ഇന്ത്യൻ കുപ്പായമന്യമായ മുഹമ്മദ് ഷമിയാണ് ടീമിന്റെ പ്രധാന പേസർ. ഷമിക്കൊപ്പം മായങ്ക് യാദവ്, ആവേശ് ഖാൻ, മോഹ്സിൻ ഖാൻ, പ്രിൻസ് യാദവ്, അർജുൻ തെണ്ടുൽക്കർ എന്നിവരടങ്ങുന്ന പേസ് നിര. ഇതിൽ മിക്ക താരങ്ങളുടെയും ഇഞ്ചുറി ഹിസ്റ്ററിയാണ് പന്തിന്റെ ആശങ്ക. ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രിച്ച് നോർജെ മാത്രമാണ് ഏക സ്പെഷ്യലിസ്റ്റ് വിദേശ പേസർ.
വാനിന്ദു ഹസരംഗയെ ടീമിലെത്തിച്ച് സ്പിൻ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയിട്ടുണ്ട് LSG. കഴിഞ്ഞ സീസണിൽ 14 വിക്കറ്റുകൾ വീഴ്ത്തിയ ഓരോ വിക്കറ്റിലും വെറൈറ്റി സെലിബ്രേഷൻ പുറത്തെടുക്കാറുള്ള ദിഗ്വേഷ് റാത്തി ഫോം തുടർന്നാൽ പന്തിനത് ആശ്വാസമാകും. ഒപ്പം ഷഹബാസ് അഹമ്മദുമുണ്ട്. ഓൾറൗണ്ടർമാർ കൂടിയായ ഹസരംഗയും ഷഹബാസിനെയും 11-ൽ ഉൾപ്പെടുത്തി റാത്തിയെ ഇമ്പാക്ട് പ്ലെയറായി ഉപയോഗിക്കുകയാകും പന്തിൻ്റെ തന്ത്രം. കാത്തിരിക്കാം യുവിയുടെ തന്ത്രങ്ങളിൽ നിന്ന് പന്ത് പാഠം പഠിച്ചോ എന്ന്. അതോ ഇത്തവണയും ഗോയങ്ക കണ്ണുരുട്ടുമോ എന്നും.